ഹായ് ഫ്രണ്ട്സ്, ട്രിവാൻഡ്രത്ത് 4 ബെഡ്റൂമുള്ള ഒരു ബ്യൂട്ടിഫുൾ വീടിൻ്റെ വിശേഷമാണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് ട്രിവാൻഡ്രം മലയത്താണ്. മലയം ജംഗ്ഷനിൽ നിന്ന് നമുക്കൊരു 250 മീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ കാണുന്ന 4 ബെഡ്റൂമുള്ള ഈ ഒരു ബ്യൂട്ടിഫുൾ വീടിൻ്റെ നമുക്ക് അടുത്തെത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ലൊക്കേഷൻ വന്ന് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നൊക്കെ ഒരു 10 കിലോമീറ്ററിനകത്ത് വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ളൊരു ഏരിയയാണ്. നമുക്ക് സൈലൻറ്റ് ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. അപ്പം മലയം ജംഗ്ഷനിൽ നിന്ന് 250 മീറ്ററാണ് വരുന്നത്. നമുക്കൊരു മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 250 മീറ്റർ. പാപ്പനംകോട് എന്നൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5 കിലോമീറ്റർ ട്രാവൽ ചെയ്താലും നമുക്കിവിടെ എത്താൻ പറ്റും. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. 4 സെൻറ്റിലാണ് ഈ വീട് വരുന്നത്. 2000 സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും നമുക്ക് ബാക്കി 3 ബെഡ്റൂമും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. നമുക്ക് പുറമേ നോക്കുമ്പോൾ എലിവേഷനൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളതാണ്. നല്ല ലുക്കോടെ കൂടിയ ഒരു വീടാണ്. നമുക്കൊരു ബോക്സ് ടൈപ്പ് ഡിസൈനാണ് നമ്മുടെ ഫ്രണ്ടിൽ വരുന്നത്. ഫ്രണ്ടിൽ തന്നെ നമുക്ക് ധാരാളം പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു കിടിലൻ വീടാണ് അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ടാറിങ് ചെയ്തിട്ടുണ്ട്. കാറ് നമുക്കെല്ലാം പോകാൻ വേണ്ടിയുള്ള നല്ല സ്പേസും ഉണ്ട്. തൊട്ടടുത്ത് തന്നെ വേറെയും ധാരാളം വീടുകൾ നമുക്ക് കിടപ്പുന്നുണ്ടോ. വേറെയും ധാരാളം വീടുകൾ നമുക്ക് റെസിഡൻഷ്യൽ ഏരിയ കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അകത്തോട്ട് പ്രവേശിച്ചിട്ട് പറയാം. അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്ലൈഡിങ് ഫോൾഡിങ് ഗേറ്റാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാം. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഫുള്ളും തന്നെ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ആർട്ടിഫിഷ്യൽ ഗ്രാസും ഇൻ്റർലോക്കും ചെയ്താണ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാർ പോർച്ചോട് കൂടിയ ഒരു കാർ പാർക്കിംഗ് ഏരിയ ഈ ഭാഗത്ത് വരുന്നുണ്ട്. കൂടാതെ നമുക്ക് ഇവിടെ ഒരു ചെറിയ കാറ് നമുക്ക് ഇടാൻ വേണ്ടിയുള്ള സ്പേസും ഉണ്ട്. അപ്പം നമുക്ക് 2 കാർ വരെ നമുക്ക് സുഖമായിട്ട് ഇവിടെ ഇടാൻ സാധിക്കും. പിന്നെ നമുക്ക് ഈ വീടിന് പൈപ്പും കിണറും നമുക്ക് അവൈലബിൾ ആണ്. കിണർ ഈ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. പൈപ്പ് കണക്ഷനൊക്കെ ബാക്കിൽ നനകല്ല് ബാക്കി സംഭവം എല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ എല്ലാം തന്നെ നല്ല വൃത്തിക്ക് ഈ വീടിൻ്റെ മുറ്റം ഫുള്ളും തന്നെ നന്നായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് ഫുള്ള് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അകത്തോട്ട് പ്രവേശിച്ച് കാണാം. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് സിറ്റ് ഔട്ട് കണ്ടോ, നമുക്ക് 10x4 ഡയമെൻഷനിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, അപ്പോൾ നമുക്ക് ഇവിടെ ഇട്ടുന്ന ടെയിൽ കണ്ടോ, ഒരു വെറൈറ്റി ഡിസൈനാണ് നമ്മുടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഗ്രാനൈറ്റും ടൈലും കൂടെ മിക്സ് ചെയ്താണ് ഫ്രണ്ട് സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡിലൊക്കെ നമുക്കിവിടെ വാൾ ടൈലൊക്കെ യൂസ് ചെയ്ത് കണ്ടോ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാം. അപ്പോൾ അതവിടെ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് ഒരു വലിയൊരു എൻട്രൻസ് ഡോർ വരുന്നുണ്ട്. ഇത് ഫുള്ള് തന്നെ പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, നല്ല പാറ്റേണൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പ്ലാവിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്കൊരു ലിവിങ് ഏരിയ വരുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ഡൈനിങ് ഏരിയ നമുക്കിടാൻ സാധിക്കും. കണ്ടോ, ഇവിടെയായിട്ട് നമുക്കൊരു ഡൈനിങ് ഏരിയ സാധിക്കും. ഇവിടെയാണ് നമുക്ക് കിച്ചൺ വരുന്നത്. പിന്നെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. ഇവിടെ വാഷിംഗ് ഏരിയ ഈ ഭാഗത്തുണ്ട്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം ഈ ഭാഗത്താണ് വരുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും നോക്കാം. ആദ്യം നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ നോക്കണം. ഒരു എൽ ഷേപ്പിലാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. നമുക്ക് കയറി വരുന്ന ഈ ഭാഗം മുതൽ നമുക്ക് ഇതിങ്ങനെ എൽ ഷേപ്പിലാണ് നമുക്കിവിടെ വരുന്നത്. മുകളിൽ നമുക്കിവിടെ സീലിങ്ങിൽ നോക്കിയാൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ്, സ്പോട്ട് ലൈറ്റിംഗ് ആണ് സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു പഴയ ഒരു ട്രഡീഷണൽ ലുക്ക് കിട്ടുന്ന ടൈപ്പ് കണ്ടോ, ഒരു തടിയിലൊക്കെ ചെയ്യുന്ന ഒരു ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് കോൺക്രീറ്റ് ആണ്, പക്ഷേ തടിയിൽ ചെയ്ത നമുക്കൊരു ഭംഗി നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഈ എൽ ഷേപ്പിൽ കാണുന്ന ഈ ഒരു ലിവിങ് ഏരിയ വരുന്നത് നമുക്ക് 24x16 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്കൊരു വലിയൊരു ടി വി കൊടുത്തിട്ടുണ്ട്. നല്ല വലിയ ടി വി ഒക്കെ വെച്ച് നമുക്ക് കാണാൻ സാധിക്കുന്ന രീതിക്ക് ഒരു ലിവിങ് ഏരിയ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൾട്ടിവുഡിലാണ് നമുക്ക് ഫുള്ള് ചെയ്തിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഇതിന് യൂസ് ചെയ്തിട്ടുമുണ്ട്. ഇവിടെ ഡെക്കോറേറ്റൊക്കെ വയ്ക്കാനൊക്കെ സ്പേസും കുറേ കൊടുത്തിട്ടുണ്ടോ. എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ടൈലിങ്ങാണ് ഇവിടെ തറയിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഗ്ലേസ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പാണ് വരുന്നത്. കണ്ടോ, ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ നോക്കാം. അതിന് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കിവിടെ ഒരു പാർട്ടീഷൻ പോലെ സംഭവം ചെയ്തിട്ടുണ്ടോ. നമുക്ക് ഇവിടെയും ധാരാളം ഡെക്കോറേറ്റൊക്കെ വയ്ക്കാനൊക്കെ പറ്റും. ഇവിടെ ഈ സൈഡിലായിട്ട് ഗ്ലാഡിങ് സ്റ്റോണൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ഈ ഭാഗത്താണ് വരുന്നത്. 12x10 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ചെയ്തിട്ടുള്ളതുണ്ടോ. പിന്നെ നമുക്ക് നേരെ ഓപ്പോസിറ്റ് നോക്കിയാൽ ഇതിവിടെ ആയിട്ട് നമുക്കൊരു ഓപ്പൺ കിച്ചൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പാർട്ടീഷൻ സംഭവം പോലെ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഈ ഭാഗത്ത് ഫുള്ള് ഗ്ലാഡിങ് സ്റ്റോണാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഡിസൈൻ. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ നോക്കാം. നമുക്ക് കിച്ചണിൽ നമുക്ക് 12x10 ഡയമെൻഷനാണ് നമുക്കിവിടെ ആയിട്ടുള്ളത്.
തറയിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടെയിൽ തന്നെയാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫുള്ള് തന്നെ നമുക്ക് മൾട്ടിവുഡിൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള ഇതാണ് നമുക്കിവിടെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വൈറ്റ് ബ്ലൂ കോംബോയിലാണ് നമുക്കിവിടെ ഫുള്ള് കിച്ചൺ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഒരു സിങ്ക് ഈ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല സ്റ്റോറേജ് സ്പേസ് എല്ലാം തന്നെ നമുക്കിവിടെ കിച്ചണ് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത്. നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമുക്കിവിടെ ബെഡ്റൂം ആയിരുന്നു. അപ്പോൾ അതിന് മുമ്പേ ആയിട്ട് ബെഡ്റൂമിന് മുമ്പേ ആയിട്ട് ഇവിടെ ഒരു വാഷിംഗ് ഏരിയ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു മിറർ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വാഷിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിലെ ഈ ഒരു ബെഡ്റൂമാണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത്. 14x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ബെഡ്റൂം വരുന്നുണ്ട്. നല്ല വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂമാണ്. തറയിൽ നമ്മൾ നേരത്തെ കണ്ട അതേ ഒരു ടൈലിംഗ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് വാർഡ്രോബ് ഉണ്ട്. 2 ഡോർ വരുന്ന ഒരു വാർഡ്രോബ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. മിറർ വരുന്നുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോറാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് എല്ലായിടത്തും ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് മിറർ, സിങ്ക് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിവിടെ ബാത്റൂം വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചയാണ് കാണേണ്ടത്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുന്നതിൻ്റെ ഈ സൈഡിലും ധാരാളം സ്റ്റോറേജ് സ്പേസ് ആണ് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഇൻവേർട്ടറും CCTVയുടെ ഒക്കെ ആക്സസും ഒക്കെ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാനൊക്കെ ഉള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ച കാണാം. നമുക്ക് ഈ കാണുന്ന സ്റ്റെയർ കയറി മുകളിലോട്ട് പോകാം. സൈഡിലെ ഹാൻഡിൽസ് ഫുള്ള് സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ. അപ്പോൾ നേരെ മുകളിലോട്ട് നോക്കുമ്പോൾ കണ്ടോ, അവിടെ നമുക്ക് ലൈറ്റിങ് വർഗോളം ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് ലൈറ്റിങ് അകത്തോട്ട് കിട്ടുന്ന രീതിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഗ്രാനൈറ്റാണ് നമുക്കിവിടെ തറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമുക്ക് ഇനി ബാക്കി 3 ബെഡ്റൂം വരുന്നത്. ഇവിടെ ഒരു ഹാളും നമുക്ക് വരുന്നുണ്ട്. ഒരു T ഷേപ്പ് പോലെയാണ് നമുക്കിവിടുത്തെ ഹാള് വരുന്നത്. 16x14 ഡയമെൻഷനിലാണ് വരുന്നത്. നമുക്കൊരു T ഷേപ്പ് പോലെയാണ് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് 2 T ഷേപ്പ് പോലെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂം ഉണ്ട്. ഒരു ബെഡ്റൂം നമ്മൾ കയറി വരുന്ന ഈ ഭാഗത്തും, അടുത്തൊരു ബെഡ്റൂം നമുക്ക് ഇവിടെയും, ഒരു ബെഡ്റൂം ഈ ഭാഗത്ത്. അങ്ങനെയാണ് 3 ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓരോ ബെഡ്റൂമും കാണാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ഇപ്പം ഇവിടെ ഉള്ളതിൽ വലിയൊരു ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ബെഡ്റൂം നമുക്ക് 14x14 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് 2 വിൻഡോ 2 ഭാഗത്ത് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് ഉണ്ടോ, 2 ഡോർ ടൈപ്പ് തന്നെയാണ് വരുന്നത്. ഒരു മിററും ബാക്കി സംഭവം എല്ലാം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഒരു ഗിറ്റാറിൻ്റെ തീമാണ് വരുന്നത്. ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ ഇവിടെ ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമുക്കിവിടെ ടോട്ടലി യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, സാരയുടെ പ്രോഡക്റ്റൊക്കെയാണ് നമുക്ക് കൂടുതൽ യൂസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്കിവിടെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്താണ്, ഫസ്റ്റ് ഫ്ലോറിലെ. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 14x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ബെഡ്റൂം വരുന്നത്. ഇവിടെയും 2 വിൻഡോ 2 ഭാഗത്ത് വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. 2 ഡോർ വരുന്നതും, പിന്നെ നമുക്കൊരു വലിയൊരു മിറർ ഇവിടെ വരുന്നുണ്ട്. താഴെയും സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്ന ഒരു രീതിക്ക് ഒരു വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടെയാണ്. PVC ഡോർ ഇതാണ് വരുന്നത്. താഴെ ഗ്രിപ്പിംഗ് ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ടൈലിംഗ് വരുന്നത് സൈഡിൽ. പിന്നെ ഇവിടെ ഒരു മിറർ, പിന്നെ സിങ്ക് ഒക്കെ വരുന്നുണ്ട്. ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ലാസ്റ്റത്തെ ബെഡ്റൂം നോക്കാം. 12x10 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. കണ്ടോ, ഒരു ചെറിയ ബെഡ്റൂമാണ് നമുക്കിവിടെ ലാസ്റ്റ് വരുന്നത്. ഇത് ഇവിടെ നമുക്കൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. സെയിം നമ്മൾ അപ്പുറത്ത് കണ്ട അതേ ഒരു രീതിക്കുള്ള മൾട്ടിവുഡ് ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ ചെയ്യുന്നത് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അകത്ത് കയറുമ്പോൾ നമുക്ക് ഗ്രിപ്പിംഗ് ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഈ ഒരു ഡിസൈനാണ് ടൈലിംഗ് ഇവിടെ വരുന്നത്. ബാക്കി എല്ലാ ബ്രാൻഡഡ് ഫിറ്റിങ്സും നമ്മൾ നേരത്തെ കണ്ട അതേ രീതിക്ക് തന്നെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയാണ് കണ്ടത്. ഈ ഭാഗത്താണ് ബാൽക്കണി വരുന്നത്. 10x10 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി ചെയ്തിട്ടുള്ളത്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളൊരു ബാൽക്കണി. മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റ് കിടക്കുന്നത്, ഫാൻസി ലൈറ്റ്
ഇവിടെയും ആ ഭാഗത്തൊക്കെ ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഇവിടെ ആയിട്ട് ഒരു ഗ്ലാസ്സിൽ സ്റ്റീൽ കൊടുത്തിട്ട് ഒരു ഹാൻഡിൽസാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ബാൽക്കണിയുടെ ഈ ഭാഗത്തു നിന്നാണ് നമുക്ക് മുകളിൽ ടെറസിലോട്ട് പോകാനുള്ള സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളതാണ്. ഈ ഭാഗത്തൂടെയാണ് നമുക്ക് മുകളിൽ ടെറസിൽ പോകാനുള്ള സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 68 ലക്ഷം നിങ്ങൾക്ക് എടുക്കാനായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 68 ലക്ഷമാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഹോം ലോണിനാണ് നിങ്ങൾ വീട് വാങ്ങിക്കാനായിട്ട് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഹോം ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും വീട് വാങ്ങിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആയിട്ടുള്ള വീടാണ് നിങ്ങൾ നോക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള വീടാണ് നോക്കുന്നതെങ്കിൽ ട്രിവാൻഡ്രത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾ തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ നമ്പറിൽ നിങ്ങളിപ്പം തന്നെ വിളിച്ച് അന്വേഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ഭവനം നിങ്ങൾക്ക് നമ്മുടെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് വരിക. വേറെ ഏതെങ്കിലും വീടിനാണെങ്കിലും നമ്മുടെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീടിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്തിരിക്കുക. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.